വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. യേശു പിറവി കുരുടനെ സൗഖ്യമാക്കുന്ന നമുക്കറിയാം. കർത്താവ് മണ്ണെടുത്ത് അതിൽ തുപ്പി ചേറു പോലാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് പറഞ്ഞു, ശീലോഹവും കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ദൈവം അവനൊരു ജോലി കൊടുക്കുക. ശരിക്കും നമ്മൾ നാച്ചുറലായിട്ട് ചിന്തിച്ചാൽ നമുക്കറിയാം, ദൈവമേ കർത്താവ് വേറൊരു ഭാഗത്തൊരു അന്ധനോട് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. കർത്താവിന് അവനെ തൊട്ടാ സൗഖ്യമാവും, അല്ലെങ്കിൽ ഒരു വാക്ക് പുറപ്പെടുവിച്ചാൽ അവൻ സൗഖ്യമാകും. പിന്നെ എന്തിനാ അങ്ങനെ ജോലി കൊടുത്ത്? ചില കാര്യങ്ങളിൽ നമ്മുടെ അനുസരണം ദൈവം ടെസ്റ്റ് ചെയ്യും. നാം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് ഭൂമിയിൽ, നാം അത് മറന്നു പോകരുത്. നയമാനെ കുഷ്ഠരോഗം ദൈവത്തിന് സൗഖ്യമാക്കാം. പ്രവാചകൻ പറയുന്നുണ്ട്, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ. താൻ പറയുന്നുണ്ട്, എനിക്ക് അബാനയും പർപ്പരയും അവിടെ ഉണ്ട്, എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നത്? പക്ഷെ ഒരു ബാല്യക്കാരൻ പറഞ്ഞു, യജമാനൻ ഇതിലും വലുത്. അപ്പം ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, അല്ല ലോകത്തിൻ്റെ മുമ്പിൽ അത് പോഷത്വമായിട്ട് തോന്നും. പക്ഷെ അത് അനുസരിക്കുമ്പോൾ, യോർദാൻ നദിയല്ല നയമാനെ സൗഖ്യമാക്കി, ശിലോഹവും കുളമല്ല ആ കുരുടനെ സൗഖ്യമാക്കി, അനുസരണം. അതാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞ, ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. പച്ചവെള്ളം രുചിയും ഗുണവുമുള്ള വീഞ്ഞായി തീർന്ന എങ്ങനെയാണ്? അനുസരിക്കാൻ തയ്യാറായ ബാല്യക്കാരുണ്ടായിരുന്നു. അവർ റെഡിയായിരുന്നു. ചോദ്യങ്ങളവിടെ ഒന്നുമില്ല. അപ്പം അനുസരണത്തിന് ചോദ്യങ്ങളില്ല. കാരണം അത് അനുസരിക്കുമ്പോൾ അതിനകത്തൂടെയാണ് അനുഗ്രഹങ്ങൾ ഒഴുകും. നമുക്കെല്ലാം പറയുന്ന പ്രസംഗങ്ങളുണ്ട്, അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. അനുസരിക്കുമ്പോഴാണ് അത് പുറപ്പെടുന്നതെന്ന് നാം മറന്നു പോകല്ലേ. 10 കുഷ്ഠരോഗികൾ പറഞ്ഞു, യേശു നായക ഞങ്ങളോട് കരുണ തോന്നണേ. കർത്താവ് പറഞ്ഞു, പുരോഹിതന് നിങ്ങളെ തന്നെ പോയി കാണിക്കാം. ചോദ്യങ്ങളില്ല. അങ്ങനെ എന്തിനാ കാണിക്കുന്നത്? ഞങ്ങളിപ്പോഴും ആ അവസ്ഥയിലാണല്ലോ ഞങ്ങൾ. പക്ഷേ അവർ പോകയിൽ സൗഖ്യമായിരുന്നു. അതുകൊണ്ട് ഈ ചെറിയ സന്ദേശം ഞാൻ പറയുകയാണ്. ദൈവം പറയുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം എങ്ങനെയാണ് പറയുന്നത്? കാതുകളിൽ ഉറക്കെ പറയാതിരിക്കത്തില്ല. ഒരു ആത്മാവിൻ്റെ ഒരു നടത്തിപ്പ്. ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യേണ്ടല്ല, നീ അത് അനുസരിക്കുക, നീ അവിടെ കീഴ്പ്പെട്ടിരിക്കുക, നീ അതിന് തർക്കിക്കേണ്ട, നീ മറുതള്ളിക്കേണ്ട, നീ പ്രശ്നത്തിന് പോകണ്ട. ദൈവം പറയുന്ന ശബ്ദം നീ കേൾക്കാൻ തയ്യാറായാൽ വലിയൊരു അനുസരണം നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറന്നു പോകല്ലേ. ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം പേർക്ക് അനുഗ്രഹമായിട്ട് ഡെയിലി ബ്രെഡ് ദിവസം ഇടുന്ന മെസ്സേജുകൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. വീണ്ടും വീണ്ടും കേൾക്കുക. അനുസരണം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനത് റിലീസ് ചെയ്യുകയാണ്. ഒരു അനുസരണത്തിൻ്റെ ആത്മാവിനെ, ചെയ്യാനുള്ളൊരു ആത്മാവിനെ തൻ്റെ മക്കളുടെ മേൽ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്ന, അനുഗ്രഹിക്കണം. ആരോ പറയുന്ന ഭാഷ, എനിക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ട്, എന്നെ എന്തോ പുറമോട്ട് വലിക്കുന്നു. ആ സ്പിരിറ്റ് നിങ്ങളിത് മാറുകയാണ്. വീണ്ടും ചെയ്യാനുള്ള ഒരു വില്ലിംഗ് മൈൻഡ്, ഒരു ഒബീഡിയൻറ്റ് മൈൻഡ് റിലീസ് ചെയ്യുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.